ദൈവത്തിന് മഹത്വം. എൻ്റെ മരുമകൾ പ്രിയ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റൽ കാണുവാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും വലിയവൻ, ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നറിയുന്നത് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഇവിടെ ധാരാളം നേഴ്സുമാരും ഡോക്ടർമാരും ശുശ്രൂഷ ചെയ്തു വരുന്നു. ഈ സമയത്ത് യേശു പറഞ്ഞ നല്ല ശമരിയക്കാരൻ്റെ ഒരു ഉപമയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഒരു മനുഷ്യൻ വഴിയാത്രയിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയരികിൽ കിടന്നു. ആ വഴി അനേകം പേര് കടന്നുപോയി. ആർക്കും ആ വഴിയരികിൽ അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനോട് ദൈവം തോന്നുകയോ കരുണ തോന്നുകയോ ഒന്നും ചെയ്തില്ല. എന്നാൽ ഒരു ശമരിയക്കാരൻ ആ വഴി കടന്നു വന്നു. അദ്ദേഹം അടുത്ത് വന്ന് ആ അർത്ഥപ്രാണനായി കിടന്ന മുറിവേറ്റ് കിടന്ന മനുഷ്യൻ്റെ അടുത്ത് വന്ന് വീഞ്ഞും എണ്ണയും പകർന്നു. ഇന്നത്തെ അവസ്ഥയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് സത്രത്തിലാക്കിയെന്നാണ് പറയുന്നത്. എങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലാക്കി ആ മനുഷ്യന് വേണ്ടതായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടതായിട്ടുള്ള പണമെല്ലാം നൽകി അതിനുശേഷം ആവശ്യമുള്ള പണമെല്ലാം നൽകാം എന്ന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ദൈവം ഏറ്റവും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യനെ പോലെ നല്ല ശുശ്രൂഷ ചെയ്യുവാനാണ്. യേശു ഈ ലോകത്തിൽ മനുഷ്യനെ ശുശ്രൂഷിപ്പാനും മാനവജാതിയുടെ പാപപരിഹാരത്തിനുമായിട്ടാണ് വന്നത്. യേശു കാൽവറി ക്രൂശിൽ സകല മാനവജാതിയുടെയും പാപം സ്വന്തം ശരീരത്തിൽ പേറിക്കൊണ്ട് ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം ഓർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. നാം ഓരോരുത്തരുടെയും പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് നമുക്ക് ദൈവരാജ്യത്തിൽ നിത്യമായ സ്വർഗരാജ്യം നിത്യജീവൻ അവകാശമാക്കുവാൻ തക്കോണം ദൈവം നമ്മളെ എവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.